ഹലോ ഗൈസ്, അപ്പം നമ്മളിത് മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ 12 മണിയായി, ഉച്ചയാവാറായി. അപ്പം നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് ഇച്ചിരി ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സിറ്റിയിലോട്ട് പോകുന്നുണ്ട്. മെയിൻ ഹൈദരാബാദ് സിറ്റിയിലോട്ട്, ടൗണിലോട്ട്, ആ ഏരിയയിലോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ പുതിയ കാഴ്ചകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഫോളോ ചെയ്യാതെ കാണുന്ന, അല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം വെൽക്കം ടു ട്രാവലോൺ. ഇത് ഡേ 3. നമ്മൾ സിറ്റി കാണാനാണ് പോകുന്നത്. അപ്പം നമുക്ക് പോവാം. റോഡിലുള്ള തിരക്ക് കണ്ട, ഫുള്ള് ഓഫീസ് ടൈം ഇട്ടിട്ട് എല്ലാവരും പോകുന്ന ഫുള്ള് തിരക്കാണ്. ഇതുണ്ട് ഈ കാണുന്നതാണ് തെലങ്കാന അസംബ്ലി ബിൽഡിംഗ് ആണ്. ഈ നമ്മുടെ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുള്ള് തിരക്ക്. ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല, നമുക്ക് ഓടിച്ച് പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ കാണുന്നതാണ് തെലങ്കാന അസംബ്ലി ബിൽഡിംഗ്. ഉണ്ടോ, നമുക്ക് ആ ഫ്രണ്ട് റോഡ് വഴി പോകാൻ പറ്റത്തില്ല, അതിന് പെർമിഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ്സൊക്കെ കണ്ടോ, ഫുൾ AC ഡബിൾ ഡെക്കർ ബസ്, ഒരു സിറ്റി റൈഡറാണെന്ന് തോന്നുന്നു. തിരക്ക് കണ്ടോ, വൈകിട്ടത്തും ഫുള്ളും ബ്ലോക്കും തിരക്ക്. നമുക്ക് കണ്ട ഇവിടെ ഈ സൈഡ് വണ്ടി ഇടാനായിട്ട് ഇച്ചിരി ഗ്യാപ്പ് കിട്ടും. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇതൊരു പാർക്കാണ്. ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് പാർക്ക്. പിന്നെ ഈ റോഡിനപ്പുറത്ത് അവിടെ ഒരു വാക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഇവിടെ ഫുഡും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് വെള്ളം എങ്ങാനും കുടിച്ചിട്ട് പോകാം, കാരണം നല്ല ദാഹമുണ്ട്. നമ്മളെല്ലായിടത്തും അലഞ്ഞലഞ്ഞേ ഒരുപാട് നേരം റോഡിലിങ്ങനെ അലഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു നാരങ്ങളും കുടിച്ചിട്ട് പോകാം. നമ്മൾ വണ്ടി കൊണ്ട് ആ സൈഡ് അവിടെ പാർക്ക് ചെയ്തു. അവിടെ മാത്രം ഇച്ചിരി പാർക്കിംഗ് കിട്ടിയത്. ഒരു വണ്ടി മാറിയപ്പോഴത്തേക്കും അപ്പോൾ ഫുള്ള് തിരക്കാണ്. നമ്മൾ ഈ റോഡിൻ്റെ അപ്പുറത്തോട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഇങ്ങനെ കയറി കിടന്നു കഴിഞ്ഞാൽ പോലീസുകാരൊന്ന് ഫൈൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കണ്ടോ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് തെലങ്കാനയുടെ അസംബ്ലി ബിൽഡിംഗ് അല്ല, സെക്രട്ടേറിയറ്റാണ്. തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റാണ് ആ കാണുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു മല കണ്ടോ, ആ ഒരു വൈറ്റ് കളർ കാണുന്നത്, ആ ഒരു വെള്ള ചൂടുന്ന ആ ഒരു വൈറ്റ് ബിർള മന്ദിർ എന്ന് പറയുന്നത് അതാണ്. അതിന് തൊട്ടിപ്പുറത്തേക്കുന്നതൊക്കെ വേറെ എന്തോ ബിൽഡിങ്ങുകളാണ്. ഇപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഒരു സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്, തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്. ഇതുണ്ടോ നടുക്കുണ്ടോ, അതൊരു ആ കായലിൻ്റെ നടുക്കുണ്ടോ, ആ കായലിൻ്റെ നടുക്കൊരു ബുദ്ധയുടെ സ്റ്റാച്ചു ആണ്. അവിടോട്ട് ബോട്ടൊക്കെ വരുന്നുണ്ടോ, അത് ആ ഒരു ഭാഗത്തു നിന്നാണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ബോട്ട് ബോട്ട് നമ്മൾ പൈസ കൊടുത്ത് ബോട്ടിൽ കയറിയിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വരാൻ പറ്റും. അത് നമുക്ക് 5:30-6 മണി വരെ കണ്ടാണ് അതുള്ളത്. ഇപ്പോൾ നമ്മുടെ ബോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം കാണുന്നതെല്ലാം ഈ ഒരു ഹൈദരാബാദ് സിറ്റിയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് മൊത്തം ഹൈദരാബാദ് സിറ്റിയാണ്. അതിനകത്ത് ആ ഒരു സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് നിൽക്കുന്നതിൻ്റെ ആ ഒരു എടുപ്പുണ്ട്. ഇവിടുന്ന് നല്ല രീതിക്കാണ്, ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല, അത്ര സൂം ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. നമുക്കിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു വ്യൂവിൽ നമുക്കിവിടെ കാണാം. ഇത് കാണാനായിട്ട് ഇവിടെ മൊത്തം ആൾക്കാർ, ഈ ഭാഗത്ത് ഫുള്ള് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് നിന്നാൽ ഇത് കാണാൻ പറ്റുള്ളൂ, കാരണം ബാക്കി ആ പുറകിലത്തെ വശത്തു നിന്നും പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് കറക്റ്റ് ആ ഒരു സെക്രട്ടേറിയറ്റ് വ്യൂ ഉണ്ട്, എൻ്റെ ബാക്കിലുണ്ടോ, കറക്റ്റ് ആ ഒരു വ്യൂ ഇവിടെ നിന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഇവിടേക്ക് ഇനി ലൈറ്റിംഗ് ഒക്കെ ആവുമെന്നാണ് പറയുന്നത്. ഈ പാർക്കിലും പിന്നെ ആ ഭാഗത്തോട്ടൊക്കെ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ തുടങ്ങും കുറച്ച് ഇരുട്ടി കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ സമയം 6-6:30 കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇരുട്ടിയിട്ടില്ല. ഇവിടെ പയ്യെ ഇരുട്ടുന്നത്, കുറച്ച് സമയം പയ്യെ ഇരുട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ ഒരു വാക്കുകയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും തിരക്കിനൊരു കുറവുമില്ല, ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെയാണ്. ഡബിൾ ഡെക്കർ ബസ് വേണമുണ്ടോ, ഫുൾ AC ഡബിൾ ഡെക്കർ ബസ് മേളിൽ വേണ്ട, അവിടെ നിന്ന് അടുത്തിറങ്ങാൻ വരുന്നു. ഇതിന് വരാൻ പോണ ഒരു മ്യൂസിയമാണ്. ഇതിനകത്ത് വർക്ക് നടക്കുന്നേ ഉള്ളെന്ന് പുറമേ കണ്ടില്ലേ, ഗ്ലാസ് കണക്കത്തെ ഭയങ്കര ഒച്ചപ്പാട് തന്നെ, ഫുള്ള് കണ്ട ട്രാഫിക്കാണ്. നമ്മൾ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്ത്. ഇവിടേക്കൊന്നും പാർക്കിംഗ് സ്ഥലമില്ല, മൊത്തം തിരക്കാണ്. ഇത് കണ്ട, അപ്പോൾ ഇത് ഒരു മ്യൂസിയമാണ്. ഇതിൻ്റെ പുറത്തെ വർക്കേ കഴിഞ്ഞിട്ടുള്ളൂ, അകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഫുള്ള് ഗ്ലാസ് പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടോ, റോഡ് ഫുള്ളതി കാണാം. ഇത് മറ്റേ ദീപത്തിൻ്റെ ഇല്ലേ, ദീപമില്ലേ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്നത്, ആ ദീപത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. മേളിലുണ്ട് അതിൻ്റെ ഒരു ഫ്ലെയിം പോലെ. നമുക്ക് ആ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ കിട്ടുമെന്ന് നോക്കാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് മറ്റേ ആ ഒരു തെലങ്കാന സ്റ്റേറ്റിൻ്റെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങി, കാണുന്നുണ്ടോ. നമുക്ക് അങ്ങോട്ട് നടന്നു വരാം. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാനുള്ള വഴിയുണ്ട്. നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതിൻ്റെ വാക്കുകയുണ്ട് കണ്ടോ, അവിടെയൊക്കെ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് വേണ്ട ഈ ഒരു പുതിയൊരു മ്യൂസിയം വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങൊക്കെ ലൈറ്റ് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ മൊത്തം ഫുഡിൻ്റെ ഷോപ്പുകളും അതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ. ഇതെല്ലാം ഇവിടെ ഈ ഒരു ഇതിൻ്റെ വ്യൂ ഒക്കെ കാണാൻ വന്ന് നിൽക്കുന്നവരെ, ഈ ലൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരെ മൊത്തം കണ്ടോ. ഇവിടെ മൊത്തം ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നമുക്ക് നടന്നു പോകാനുള്ള വഴിയുണ്ട്. നമുക്ക് കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ആ ഒരു മ്യൂസിയം. നമുക്ക് ഇവിടുന്ന് ഒരു വടാപ്പാവ് കഴിക്കാം.
ഇതാണ് നമ്മളെ വടാപ്പാവ്. നമ്മൾ ആദ്യമായിട്ട് ഹൈദരാബാദ് ചെന്നിട്ട് വടാപ്പാവ് കഴിക്കുക. ഉണ്ടോ വടാപ്പാവ് കഴിച്ചു കഴിക്കും. ഇങ്ങനെയുണ്ട്, നമ്മൾ അടിപൊളിയാണ്. ബട്ടർ വടാപ്പാവൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് വേറെ അടുത്തൊരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സ്വീറ്റാണ്, നമുക്ക് ഇതുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവം എന്നുള്ളത്. इसका नाम क्या है? शीर कुरमा है. शीर कुरमा है. शीर कुरमा ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സാധനം. നമ്മൾ तेलंगाना रमजान का स्पेशल आइटम है. ओनली रमजान में मिलता है ये आइटम. ये क्या है? ये घी है. घी है. ड्राई फ्रूट्स है. काजू, बादाम, वाटरमेलन सीड्स, ये खजूर है. ये ड्राई खजूर वाटरमेलन का सीड्स भी डालते हैं क्या? हाँ, ये सीड्स वही चाहिए. ഓക്കെ. ഇതാണ് നമ്മൾ സേമിയ പായസം തന്നെ അല്ലേ? സേമിയ പായസം സെയിം. നമ്മുടെ അവിടുത്തെ പായസം സേമിയ പായസമില്ല, അതിൻ്റെ സെയിം ടേസ്റ്റ്. പക്ഷേ ഈ നട്ട്സ് ഒക്കെ ഇട്ടുണ്ട്, ഈ ഒരു നെയ്യ് കൂടുതൽ വെച്ച്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സീഡ്സ് ഉണ്ടാവും, ഇതെല്ലാം ബദാം, പിന്നെ വാട്ടർമെലൻ്റെ സീഡ്സ്, നമ്മുടെ തണ്ണിമത്തിൻ്റെ ബത്തക്കയുടെ അരിയാണ് ഉണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് മറ്റേ നമ്മളെ നട്ട്സ് ഇട്ട പോലത്തെ ഒരു ടേസ്റ്റ്. ബാക്കിയെല്ലാം ആ ഒരു പായസത്തിൻ്റെ സെയിം ടേസ്റ്റാണ്. നെയ്യിൽ വറുത്തിട്ടേക്ക്. എങ്ങനെയുണ്ട് ടേസ്റ്റ് പിടിച്ചിട്ട്? കൊള്ളാമോ? എന്തായാലും നമ്മളിവിടെ വന്നിട്ട് ഈ 2 ട്രൈ ചെയ്തും അടിപൊളിയായിരുന്നു. നമുക്കപ്പോൾ എന്തെങ്കിലും ഇത് പിടിച്ച് തീർക്കാം. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സെക്രട്ടറിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇവിടുന്ന് ഷീർ കുറുമയും കഴിച്ചു. പിന്നെ അതുപോലെ തന്നെ വേണ്ട ഇവിടുന്ന് വടാപ്പാവും കഴിച്ചു. രണ്ടും നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരെണ്ണം സ്പൈസി, അങ്ങനെ ഒരെണ്ണം സ്വീറ്റും. എന്തായാലും അടിപൊളിയായിരുന്നു. അതാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇനിയും ഇതുപോലത്തെ കുറേ ഷോപ്പുകളുണ്ട്. മോമോസിൻ്റെ ഷോപ്പുകൾ, പിന്നെ അങ്ങോട്ട് പോപ്കോണിൻ്റെ ഷോപ്പുകൾ, ഇവിടെ എന്താ ലൈം ജ്യൂസ്, അങ്ങനത്തെ പല പല സാധനങ്ങളുണ്ടാവും. മറ്റേ ഇത് പാനിപ്പൂരിയുടെ ഷോപ്പ്, ഇങ്ങനത്തെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഇവിടെ കണ്ടോ ആ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് മൊത്തം അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നിട്ട് വരാം. അപ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെയും ഫുള്ള് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നിട്ട് വരാം. ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റിംഗ് ഒക്കെ ഇനി വരുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. ഇതുണ്ട് ആ ഒരു സെക്രട്ടേറിയറ്റ് ബിൽഡിങ് ഫുള്ള് ലൈറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫ്രണ്ടിൽ കണ്ട് ഈ സൈഡിലെല്ലാം ഷോപ്പുകളാണ്. ഇതെല്ലാം സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ എല്ലാവരും കണ്ട സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് ഇതൊക്കെ ഈ ലൈറ്റിംഗ് ഒക്കെ കണ്ടു നിൽക്കാണ്ട. ഇതിന് ലൈറ്റിംഗ് അടിപൊളിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ആ ഒരു ബോട്ടിംഗ് ഒക്കെ കിട്ടുന്നത്. ആ നടുക്ക് ആ ഒരു സ്റ്റാച്യൂലോട്ടുള്ള ലുംബിനി പാർക്ക്. നമ്മൾ ആ സെക്രട്ടറിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കാണ്, അതിൻ്റെ പേരാണ് ലുംബിനി പാർക്ക്. ഈ പാർക്കിനകത്താണ് ഈ ഒരു ബോട്ടിംഗ് സർവീസും അതെല്ലാം. ഈ പാർക്കിനകത്തും കുറേ ഫാൻസി ഷോപ്പുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടോ. ഇതെല്ലാം ഫാൻസി ഷോപ്പുകളൊക്കെ. അവിടെ എല്ലാം പിള്ളേർക്ക് കളിക്കാനായിട്ടൊക്കെ ഉള്ളൊരു സെറ്റപ്പ്. ഇവിടെ എല്ലാം പല ടൈപ്പ് ബോട്ടുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്പീഡ് ബോട്ട് എടുത്ത് പോകാം, അല്ലാത്ത പാസഞ്ചർ ബോട്ടുണ്ട്, പിന്നെ ഡാൻസ് ബോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാർട്ടി ആ ഒരു രീതിയിൽ പോകുന്ന ബോട്ടുകളുണ്ട്. കണ്ട് ഈ സൈഡിലെല്ലാം കണ്ട് ഇവിടെ എല്ലാം ഫുഡിൻ്റെ കോർട്ടുകളാണ്, ഫുഡ് കോർട്ടുകളാണ് മൊത്തം. ഈ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. ഫുള്ള് തിരക്ക്, എല്ലാവരും ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടേ. ഇത് ഏതാണ്ട് ഒരു 8-9 മണി വരെ ഉണ്ടെന്നാണ് ഇവിടുന്ന് കൗണ്ടറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. 9:30 വരെ ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു സ്റ്റാച്യൂവിൻ്റെ അടുത്ത് വരെ പോകും. കണ്ട് ഇവിടെ അതിൻ്റെ ബുക്കിംഗ് കൗണ്ടറുണ്ട്. ഇതെല്ലാം കണ്ട് ഈ പാർക്കെല്ലാം ഈ തെലങ്കാന ടൂറിസത്തിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇവിടെ 3 ഇങ്ങനെ സെറ്റായിട്ട് 3 ഷാക്കാണ്. കാരണം അങ്ങനത്തൊക്കെ സ്പീഡ് ബോട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെ ഇത് നോർമൽ സീറ്റിംഗ് ബോട്ടുകൾ. പിന്നെ അവിടെ കണ്ട അവിടെ ഡാൻസ് ബോട്ട് എന്ന് പറഞ്ഞ് ഈ പാട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു വഴി പോകണം. അങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാമിലി ബോട്ട് എടുത്ത് വേണമെങ്കിൽ അവിടെ നിന്ന് പോകാം, അല്ല സ്പീഡ് ബോട്ട് അങ്ങനത്തെ എല്ലാം ആ ഒരു വശത്തുണ്ട്. പല ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട്. ഇത് 9:30 വരെയാണ് നമുക്ക് ഇവിടെ നിന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു നടുക്ക് കാണുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. അപ്പോൾ അവിടോട്ടാണ് ഈ ബോട്ടെല്ലാം പോകുന്നത്. ഈ ബോട്ടിൽ കയറി എല്ലാവരും അവിടെ പോയി അവിടെയൊക്കെ ജസ്റ്റ് കണ്ടിട്ട് നേരെ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് ഈ പാർക്കിലോട്ട് വരും. ഈ ഒരു ബോട്ടിൽ കയറാനുള്ള ക്യൂ ആണ്. നമ്മളത് ആ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ്. നമ്മൾ അവിടെ നിന്നാണ് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നേരെ താണ്ട് ഇവിടുത്തെ ഈ ബുദ്ധിസ്റ്റ് സ്റ്റാച്യൂടെ അവിടെ ഇറങ്ങി. നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നമ്മളെ ഇറക്കും. എന്നിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് തിരിച്ചങ്ങോട്ട് ഏതെങ്കിലും ഒരു ബോട്ട് ഇതുപോലെ വരാൻ നേരത്ത് അതിനകത്ത് കയറി നമുക്ക് തിരിച്ചിനി അവിടെ പോവാം. ഇവിടെ കണ്ടത് ഇതാണ് ആ ഒരു ബുദ്ധിസ്റ്റ് സ്റ്റാച്യു എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷൻ നമുക്കിതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. ഈ ഒരു ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നടുക്കുള്ള സ്റ്റാച്യു. നമ്മൾ ബോട്ടിങ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്റ്റാച്യു കാണാനാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ നിന്ന് കണ്ടോ ആ ഒരു സെക്രട്ടേറിയറ്റിലോട്ടുള്ള ഒരു വ്യൂ ഉണ്ടോ? ആ സെക്രട്ടേറിയറ്റ് ഉണ്ട്, ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ മൊത്തം ഈ സിറ്റിയുടെ കണ്ടോ, ആ പാലമൊക്കെ കണ്ടോ, ഫുള്ള് ലൈറ്റിംഗ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ആ ഒരു സ്റ്റാച്യു എന്ന് പറയുന്നത്. കണ്ടോ എല്ലാവരും ഈ ഒരു സ്റ്റാച്യു നോക്കിയാണ് നിൽക്കുന്നത്. കണ്ടോ അടിപൊളി ഇവിടുന്ന് കാണാനുള്ളത്. കണ്ടോ ഇത് കണ്ടോ അടുത്തൊരു ബോട്ട് വന്നത്.
ഇതുപോലെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ അടുത്ത ബോട്ട് വരാൻ നേരത്ത് ഇവിടെ ഇറങ്ങും. എന്നിട്ട് ഇവിടെ നിൽക്കുന്നവർ ഈ ഒരു ബോട്ടിൽ കയറി തിരിച്ചു പോകും. അങ്ങനെയാണ്. നമുക്ക് എത്ര നേരം വേണോ നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് അടുത്തൊരു ബോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കയറി പോയാൽ മതി. അപ്പോൾ ഇതാണ് ആ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു എന്ന് പറയുന്നത്, ഹുസൈൻ സാഗറിലേക്കാണ് നടുക്കുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി 9:30 വരെ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ബോട്ട് അവൈലബിൾ ആണ്. കേട്ടോ, ഈ ബോട്ട് ഉണ്ടോ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ ബോട്ട് ജെട്ടികളുണ്ട് നമുക്കിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് 9:30 വരെ ഇവിടെ അവൈലബിൾ ആണ്. ആ ടൈമിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ളവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ച് ആ ഒരു ബോട്ട് കയറിയതുകൊണ്ട് ആ ഒരു ഭാഗത്ത് ആ ഒരു ലൈറ്റ് കിടക്കുന്നുണ്ടോ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ബോട്ട് വന്നത്. അപ്പോൾ തിരിച്ച് ആ ഒരു പാർക്കിൽ തന്നെ അവർ തിരിച്ച് കൊണ്ടിറക്കും. നമ്മളപ്പോൾ ഈ സ്റ്റാച്യു എന്ന് ഇറങ്ങി തിരിച്ച് ബോട്ടിൽ കയറി. ബോട്ടിൽ ആൾക്കാരെല്ലാം കയറുന്നേ ഉള്ളൂ. ഈ ബോട്ട് ഫില്ലായിട്ട് ഇവിടുന്ന് എടുക്കത്തുള്ളൂ. നമ്മളങ്ങനെ ആ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിറങ്ങി. സ്റ്റാച്ചു എല്ലാം കണ്ട് സെക്രട്ടേറിയറ്റ് ബിൽഡിങ്ങിനൊക്കെ നൈറ്റ് വ്യൂ കണ്ടില്ലേ, ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്ക്. നമ്മളപ്പോൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. തിരിച്ച് നമ്മൾ പാർക്കിലോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ ഇന്നൊന്നുമില്ല, നമ്മൾ തിരിച്ചിന് ഫുഡ് എങ്ങാനും കഴിക്കുക അല്ലെങ്കിൽ തിരിച്ച് റൂമിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇനി ഇവിടെ കാണാമെന്നുള്ളൂ. നമ്മൾ ഈ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയിട്ട് രാത്രി വരെ വെയിറ്റ് ചെയ്തു. അപ്പം ലൈറ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി തിരിച്ച് ഈ പാർക്കിൻ്റെ പുറത്തിറങ്ങാം. എക്സിറ്റിൻ്റെ അവിടെ കുറേ ഹോട്ടലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രാഫിക്കിൽ ഭയങ്കര പാടായിരിക്കും ഒരു ഷോപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത കടായി ചിക്കനും പിന്നെ അതുപോലെ തന്നെ ബട്ടർ റൊട്ടിയല്ലേ, ബട്ടർ റൊട്ടിയും വന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലം കണ്ടോ, നമ്മൾ ആ നേരത്തെ ഇരുന്ന ആ പാർക്ക് തൊട്ടപ്പുറത്താണ്. ആ പാർക്കിനോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കണ്ടിരുന്ന് ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാം. എങ്ങനെയുണ്ട് കടായി ചിക്കൻ? എങ്ങനെയുണ്ട്? വെറൈറ്റി ടേസ്റ്റ് അല്ലേ? ഞാനെന്തായാലും കഴിച്ച് നോക്കട്ടെ. ഇതിനകത്തുണ്ട് ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ബട്ടർ റൊട്ടിയാണ്, ബട്ടറൊക്കെ തേച്ച് ഒരു ടൈപ്പ് റൊട്ടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ചെറിയൊരു സ്പൈസി, പിന്നെ ഒരു വറുത്തരച്ച കറിയുടെ ഒരു ടേസ്റ്റ് കൊള്ളാം. ചിക്കൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു സ്പൈസി ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ചപ്പാത്തിയിൽ ഈ റൊട്ടിയിലാണെങ്കിൽ ബട്ടറിൻ്റെ ഒരു ഈ ബട്ടറിൻ്റെതും പിന്നെ ഈ കടായി ചിക്കൻ്റെയും കൂടെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ വന്നപ്പോഴത്തേക്ക് സംഭവം അടിപൊളിയായി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് നേരെ തിരിച്ച് റൂമിലോട്ട് പോകാം. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ച് റൂമെത്താൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം വരും. അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആദ്യമൊക്കെ കുറേ സ്ഥലത്ത് വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയില്ല. കുറേ സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് ഒഴിവായിപ്പോയി. പിന്നെ നമ്മളുള്ള സ്ഥലങ്ങളിലെല്ലാം വീഡിയോ ഒന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പം നാളെ എന്തായാലും ഇങ്ങനെ പറ്റാതെ നമ്മളെന്തായാലും ശ്രദ്ധിക്കുന്നതായിരിക്കും. നാളെ ഇനി നമ്മൾ പോകാൻ പോണത് റാമോജി ഫിലിം സിറ്റിയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. നാളത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. അല്ല, നമ്മൾ രാവിലെ അങ്ങോട്ട് ഇറങ്ങും. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളതെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതെല്ലാം കയറി ഫോളോ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരേക്കും ബൈ.